ഓടക്കുമ്പിളിൽ മുള്ളില്ല പൂവുണ്ട്. ആട്ട വഴിതെറ്റി കാട്ടിലെത്തിയതെന്ന് അവള് വരെ അറിഞ്ഞിട്ടില്ല. ഇപ്പോഴും കാമകനെ സ്വപ്നം കണ്ടോണ്ട് ഇരിക്കാണ്. അവളുടെ ഒരു സ്വപ്നം പലയിടത്തും വെച്ച് അടിച്ചേരും കേട്ടോ. ആഹാ, എന്റെ ഓട്ടോ കയറി ഇരുന്നിട്ട് എന്നെ അടിക്കുന്നാ? നീ കൊള്ളാല. ചേച്ചിക്ക് അറിഞ്ഞൂടെ പ്രേമത്തിന് കണ്ണു മൂക്കൊന്നുമില്ലാന്ന്? പ്രേമത്തിന് കണ്ണു മൂക്കില്ലായിരിക്കും, പക്ഷെ എനിക്കും എന്റെ വീട്ടുകാർക്ക് വായും വയറുണ്ട്. അതിന്റെ അകത്തോട്ട് വല്ലതും പോണെങ്കിലേ നീ ഓട്ടോ കൂലി ഇങ്ങട് പൈസ പിന്നെ തരാം. പിന്നെ തരാന്നാ? ഇറങ്ങടി എന്റെ ഓട്ടോന്ന്. ഞാൻ ഇറങ്ങൂല. ഇറങ്ങടി. ഞാൻ ഇറങ്ങൂല. നിന്റെ അടുത്ത് ഇറങ്ങാണില്ലേ പറഞ്ഞ? ഞാൻ ഇറങ്ങൂലെന്നല്ലേ പറഞ്ഞു. ഇറങ്ങടി. ഞാൻ ഇറങ്ങൂല. കുടുംബശ്രീയില് വടംവലി മത്സരത്തിന് ഫസ്റ്റ് ലോഞ്ച് സുമതിയുടെ അടുത്ത് നീ കളിക്കല്ലേ മോളെ? ഫസ്റ്റാ? അല്ല, ഫസ്റ്റിന് വേണ്ടി മത്സരിച്ച സുമതിയുടെ അടുത്ത് നീ കളിക്കല്ലേ. ഇറങ്ങ്. ഞാൻ ഇറങ്ങൂല. ആഹാ, നിനക്ക് ഈ സുമതിയെ അറിഞ്ഞൂടാ? അപ്പൊ ആ കാലം ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് ചോദിച്ചു നോക്ക്. പാക്കറിന്റെ ഭാര്യ സുമതിയായിരുന്നു. അവര് പറഞ്ഞിരുന്നു നിനക്ക്. എന്റെ ഓട്ടോക്കകത്ത് നിന്റെ വേലത്തിനൊന്നും നടക്കൂല. ഞാൻ ഈ ഓട്ടോടാ നടങ്ങിട്ടേ കൊറേ നാളായി. നിന്നെ 5 സെക്കൻഡിനുള്ളില് ഈ ഓട്ടോ നിറക്കിയില്ലെങ്കിൽ എന്റെ പേര് സുമതി എന്നല്ല. നിനക്ക് കാണണോ? കാണണം. കാണണോ? കാണണം. ഞാൻ 5 വരെ എണ്ണു. അതിനു മുമ്പ് നീ ഓട്ടോന്ന് ഇറങ്ങിയില്ലെങ്കിൽ നിന്റെ അച്ഛൻ കഴുത. ചുമ്മാ എന്തിനാ ചേച്ചി വെറുതെ 5 വരെ ലാഗ് അടിപ്പിക്കണ? ചേച്ചി കാര്യം പറ. അപ്പൊ നിനക്ക് ഇറങ്ങാൻ അറിയാം അല്ലേ? എന്തിനാണ് ഇപ്പൊ കരയണേ? എനിക്ക് എന്റെ പൂക്കെ ഇപ്പൊ കാണണം. ഇതിനാണോ നീ ഇത്രയും കിടന്ന് ബഹളം വെച്ചേ? ഇതൊക്കെ നേരത്തെ പറയണ്ടേ? പൂക്കി, പൂക്കി മക്കളെ, എവിടെയാ നീ? പൂക്കി മക്കളെ, ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് കൊടുത്താ അത് പാല് വാട്ടിയെങ്കിൽ വരൂലേ? അയ്യോ, അതിന് പൂക്കി പട്ടിയല്ല, എന്റെ ലവറാ. ഏതെങ്കിലും മനുഷ്യന് പൂക്കി എന്നൊക്കെ പേര്? എന്റെ പൊന്നേച്ചി, ഇപ്പൊ ഈ ഫ്രണ്ടിനൊക്കെ ബെസ്റ്റീന്ന് വിളിക്കണില്ലേ, അത് കണക്കിന് ലവറിനെ വിളിക്കണ പേരാണ് പൂക്കി. നിനക്ക് ഈ പൂക്കി എവിടെ നിന്ന് കിട്ടി? കൂടി കാലം പോയൊരു പോക്കേ. എന്റെയൊക്കെ നല്ല പ്രായത്തിൽ ഇൻസ്റ്റാൾമെന്റിൽ കൂടെ TV ഫ്രിഡ്ജും ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് കാമുകനെ വരെ കിട്ടി തുടങ്ങി. മാസം എത്ര അടയ്ക്കണം? എന്റെ പൊന്നേച്ചി, ഇൻസ്റ്റാൾമെന്റ് അല്ല, ഇൻസ്റ്റാഗ്രാം. നീ പറയണെന്ന് എനിക്ക് മനസ്സിലാവണില്ലോ. ചേച്ചി വാ, ഇപ്പൊ നമുക്ക് പോവാം. ബാക്കിയൊക്കെ വിക്കി പറഞ്ഞോളൂ. നീ നേരെ ചോയ പറഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവണില്ല, പിന്നെയാണ് ഇനി വിക്കി പറഞ്ഞിട്ട്. അതല്ല, എന്റെ ലവറിന്റെ പേരാണ് വിക്കി. എന്റെ പൊന്നു പെണ്ണ, നീ എന്തിനീ പറയണേ? ആദ്യം പൂക്കി, ഇപ്പൊ വിക്കി. നിനക്ക് എത്ര കാമുകയുണ്ട്? പൊന്നേച്ചി, എന്റെ ലവറിന്റെ ഇൻസ്റ്റാഗ്രാം പേരാണ് വിക്കി. പക്ഷെ അവനെ ഞാൻ വിളിക്കണത് പൂക്കി. ചേച്ചിക്ക് മനസ്സിലായില്ലല്ലേ? നമ്മൾ ഇൻസ്റ്റയിൽ കൂടെ ചാറ്റ് ചെയ്ത് പിന്നെ അത് ലവായി. അങ്ങനെ ആദ്യം നിനക്ക് ചാറ്റ് ചെയ്തവൻ വിക്കി, പിന്നെ നിന്നെ അവൻ തൂക്കി, അതിനുശേഷം നിനക്കവൻ പൂക്കി. ഈ പൂക്കിയെ കാണാൻ എങ്ങനെ ഇരിക്കും? ഷാരൂഖ് ഖാന്റെ കണ്ണ്, നസ്ലിന്റെ മൂക്ക്, നസീറിന്റെ ചിരി, പിന്നെ ഉണ്ണി മുകുന്ദന്റെ ബോഡി. അപ്പൊ നീ പ്രേമിച്ചത് മനുഷ്യനെയല്ല, AI. അങ്ങോട്ട് നീ അവനെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? നേരിട്ടൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഇന്നല്ലേ നമ്മൾ ഒളിച്ചറിഞ്ഞ. ഇന്ന് നേരിട്ട് കാണും. നേരിട്ട് കാണാൻ ഇങ്ങനെയൊക്കെ തന്നെ ആയാ മതിയായിരുന്നെന്നാ? അപ്പൊ നീ നേരിട്ട് കണ്ടിട്ടില്ലേ? ഇല്ല. എന്റെ ദൈവമേ, നേരിട്ട് കാണാതെയൊക്കെ ഇഷ്ടപ്പെടാൻ പറ്റുമോ? ചേച്ചി, ഇപ്പൊ നമ്മള് ഓൺലൈനിൽ നിന്ന് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യണ്. നേരിട്ട് കണ്ടിട്ടാണോ വാങ്ങിക്കണ? അല്ലല്ല, കയ്യിൽ കിട്ടുമ്പോ നേരിട്ട് കണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോളൂ. നിനക്ക് ഇഷ്ടപ്പെടുമായിരിക്കും, അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലാ? അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കൂടുതൽ ആലോചിക്കാന്നൂല്ല. 7 ദിവസത്തിനകത്ത് നിന്നെ പാക്ക് ചെയ്തവൻ റിട്ടേൺ അയച്ചോളും. ഓൺലൈൻ അല്ലേ ചേച്ചി? അല്ല, നിനക്ക് അവനെ ഇഷ്ടപ്പെടാനുള്ള കാരണം? വിക്കിയുടെ കെയറിംഗ് ആണ്. ആ കെയറിങ്ങിനൊക്കെ അങ്ങോട്ട് ചവച്ചരക്കാണ്. 6 മാസം മുമ്പേ എനിക്കൊരു പനി വന്നായിരുന്നേ. അവ ഇപ്പോൾ ചോദിക്കും, കുറഞ്ഞോ, കുറവുണ്ടാ, മരുന്ന് കഴിക്കണോന്നൊക്കെ. അപ്പൊ വയ്യ. ആ പനി അപ്പോൾ പോയി. നിനക്കല്ല, അവന് തീരെ വയ്യ. അങ്ങോട്ട് നിങ്ങോട്ട് വന്നാണ്. നിന്റെ വീട്ടുകാർക്ക് അറിയാമോ ഈ പ്രേമത്തിന്റെ കാര്യം? അയ്യോ, അവർക്കറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അറിയിക്കും. അവനെയും കൂടെ കിട്ടിയിട്ട് നമ്മൾ ഇൻസ്റ്റയിൽ ലൈവ് പോയിരിക്കണേയാണ്. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? അച്ഛനും അമ്മയും. അവനും അവളും. നീ അങ്ങനെ വേണം വിളിക്കാൻ, അല്ലെങ്കിൽ നീ അവരുടെ ഇമ്മാതിരി വേലത്തരം കാണിക്കും. എത്ര ചേച്ചി? അയ്യോ, ദോ വിളിക്കുന്നു. എങ്ങോട്ട് കയറി പോണം? അങ്ങോട്ടൊന്ന് വിളിക്കട്ടെ. രാജേഷ് ഏട്ടാ. രാജേഷ് ഏട്ടനാ? നിനക്ക് മിനിറ്റ് കാമുക മാറോ? ആദ്യം പൂക്കി, വിക്കി, ഇപ്പൊ രാജേഷ്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ചേച്ചി, അവന്റെ ഇൻസ്റ്റാഗ്രാം പേരാണ് വിക്കി, പക്ഷെ അവന്റെ ഒറിജിനൽ പേര് രാജേഷ്. രാജേഷ് ഏട്ടാ പറ. നിനക്ക് ഞാൻ എന്താ കഴിച്ച
തന്നിട്ടുണ്ടോടാ? വരിക്കച്ചക്ക, കൊട്ടക്കുണം മാങ്ങ, തേങ്ങ, പറങ്ങിയാണ്ടി, ഇതൊക്കെ മാക്കന വലിച്ചു കയറ്റിട്ട് നീ എന്നെ ചതിച്ചല്ലേടാ. നീ ഒന്നും ഒരു കാലത്തും കൂടെ പിടിക്കൂല. വെച്ചിട്ട് പോണോ? എന്ത് പറ്റി? ആദ്യം നാക്കിന്റെ അടുത്ത് ഡാൻസ് കളിക്കുന്നത്. ചേച്ചി, രാജേഷന് വേറെ പെണ്ണിനെ കിട്ടിയോളൂ, എന്നെ വേണ്ട. മോളെ, ഈ അവസരത്തില് മോളോട് ഇത് പറയാമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചേച്ചി പറയേച്ചി. ഈ കാട്ടി കിടന്ന് മോങ്ങാതെ സ്വന്തം വീട്ടിൽ പോണേ. നമുക്ക് ആദ്യം നമ്മുടെ ചേച്ചിമാരോട് ചോദിക്കാം. കാരണം ചേച്ചിമാരായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത്. ഈ പ്രായത്തിലുള്ള മക്കളൊക്കെ ആണോ നിങ്ങൾക്ക് വീട്ടിലുള്ള? അതോ ഇതിലും ചെറുപ്പക്കാരാണോ? ആണ്. എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? പൊളിച്ചു മക്കള്. പൊളിച്ചു. ആ പൊളിച്ചുല് ഇങ്ങോട്ടേക്ക് വന്നു, ബാക്കി ലിച്ചു അങ്ങോട്ടേക്ക്. എന്നാ ഒന്നുകൂടെ പറഞ്ഞേക്കാം. പറഞ്ഞോ. പൊളിച്ചു. കുട്ടികളെ അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു. ഒന്നും പറഞ്ഞില്ല, സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇവര് ഇതല്ലാണ്ട് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്യും, പാട്ട് പാടും, ഡാൻസ് കളിക്കും. എനിക്കൊന്ന് പിന്നെ വേദലക്ഷ്മിയുടെ കയ്യിൽ എന്തോ ഒരു ഐറ്റം ഇരിപ്പുണ്ട് ഒളിഞ്ഞ്. എന്താണ് സംഭവം? മോണോ ആക്ട്. നമുക്കൊന്ന് ആ പെർഫോമൻസും കൂടെ ഒന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. കാണാം. ചേച്ചിമാർക്ക് വേണ്ടി സ്പെഷ്യൽ ഡെഡിക്കേഷൻ എന്താണ്? അതിന്റെ ഒരു ആശയം എന്താണ് കൂട്ടുകാരി? ലഹരി. കറക്റ്റ് സാധനമാണ്. കറക്റ്റ് സാധനം. അതെ. ഇപ്പോ സമൂഹത്തിന് വിപത്തായിട്ടുള്ള ഈ ലഹരിക്കെതിരെ ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ള ഒരു മോണാക്ടിന്റെ അമ്മയും മകളും തമ്മിലുള്ള ചെറിയൊരു ഭാഗമേ കാണിക്കാം. ഓക്കെ. അമ്മ, എനിക്ക് തെറ്റ് പറ്റി അമ്മ, എന്നെ വെറുക്കല്ലേ അമ്മ. മോളെ എന്താ പറയണേ? നീ ഒന്ന് തെളിച്ചു പറ. അമ്മയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അമ്മ, എന്റെ സ്കൂളില് +2 പഠിക്കുന്ന ചേച്ചിമാര് ഒരു ദിവസം ഒരു മിഠായി തന്നു. നല്ല രസമുണ്ടായിരുന്നു. വീണ്ടും കഴിക്കണമെന്ന് തോന്നണ പോലെ. അവരെ വീണ്ടും കണ്ടപ്പോ മിഠായി വേണോന്ന് ചോദിച്ചപ്പോ വേണമെന്ന് പറഞ്ഞപ്പോ പൈസക്ക് തരാന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അതില്ലാണ്ട് പറ്റാണ്ടായമ്മ. അത് കിട്ടാത്തപ്പോ തലയൊക്കെ പൊട്ടിത്തെറിക്കണം പോലെ തോന്നമ്മ. എനിക്ക് എല്ലാരോടും വെറുപ്പ് തോന്നമ്മ. എനിക്ക് ഭ്രാന്ത് പിടിയണമ്മ. എന്നെ രക്ഷിക്കമ്മ. എനിക്ക് നിങ്ങളുടെ പഴയ മാളും ആവണമ്മ. എന്നെ വെറുക്കല്ലമ്മ. എന്നെ രക്ഷിക്കമ്മ. പ്രധാന വാർത്തകൾ. നാടിനെ നടുക്കി വീണ്ടും സ്കൂൾ വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യ. നാലാഞ്ചിറ വിഷ്ണുപുരം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മാളവികയെയാണ് വീട്ടിലെ ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ലഹരി നശിപ്പിക്കും വ്യക്തിയെയും സമൂഹത്തെയും. സേ നോ ടു ഡ്രഗ്സ്. നന്ദി. ആ ലാസ്റ്റ് പറഞ്ഞ എനിക്കൊന്ന് നമ്മളെല്ലാരും ഒരുമിച്ച് പറയേണ്ട ഒരു കാര്യമാണ്. സേ നോ ടു ഡ്രഗ്സ്. ഈ ഒരു ഏജ് ഗ്രൂപ്പിന്റെ ഒരു കുട്ടി സ്വന്തമായി ഇങ്ങനത്തെ ഒരു ടോപ്പിക് എടുത്തിട്ട് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു സപ്പോർട്ട്. അല്ലാതെ വെറുതെ ഷീ മീൻസ് ഇറ്റ്. ഈ ഒരു ടോപ്പിക്കിന് ഭയങ്കരമായ വിശ്വാസം എടുത്തുകൊണ്ട് പെർഫോം ചെയ്യാണ്. ഇറ്റ്സ് വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ക്ലാസ്സിലോ സ്കൂളിലോ ഐ തിങ്ക് 1 or 2 കുട്ടികൾ മാത്രമേ ഈ ലഹരീന്റെ മുകളിൽ പെർഫോം ചെയ്യുന്നുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും സാധാരണ ടോപ്പിക്സ് ആണ് എടുക്കുന്നുണ്ടാവുക. ഇറ്റ്സ് വെരി ഗുഡ് ടു സീ. ഗോഡ് ബ്ലെസ് യു ഡാർലിംഗ്. ശ്വേത ചേച്ചി എങ്ങനെയുണ്ടായിരുന്നു ഇവിടെ പെർഫോമൻസ്? വേദ ആൻഡ് നിത അല്ലേ? നിത, യു വർ ഫയർ. താങ്ക് യു. സത്യം പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും ഇൻട്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് നിത ഇത്രയൊരു ഫയറി പെർഫോമൻസ് പെർഫോം ചെയ്യും എന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. അത് സ്റ്റാർട്ട് തൊട്ടിട്ട് എൻഡ് വരെ ഭയങ്കര അതേ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് ചെയ്തത്. ആൻഡ് എനിക്ക് തോന്നി ഈ ഫയർ ഇവിടുന്നാണ് ഉണ്ടാവുക. പക്ഷെ ഷോക്കിംഗ് ആയിപ്പോയി. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോംപ്ലിമെന്റ് ചെയ്തിട്ടാണ് പെർഫോം ചെയ്തത്. സൂപ്പർ. ഭയങ്കര നല്ല ടോപ്പിക്. ഇപ്പൊ നിങ്ങളുടെ ഒരു തലമുറയ്ക്ക് പറ്റിയ ഒരു മെസ്സേജ് നിങ്ങൾക്കും നിങ്ങൾ കൊടുക്കുന്ന ഒരു നല്ലൊരു മെസ്സേജ് ആണ്. സൂപ്പർ. താങ്ക് യു സോ മച്ച്. യെസ് അഖിൽ.
നിതയുടെ പെർഫോമൻസിന് ഇതുപോലത്തെ ഓട്ടോ ചേച്ചിമാരുണ്ട്. കാര്യം ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള ചേച്ചിമാർക്ക് ഇച്ചിരി ധൈര്യം കൂടുതലാണ്. കാര്യം മദ്യപാനികൾ കയറും, ഇച്ചിരി പ്രശ്നക്കാരന്മാർ കയറും. അപ്പൊ അമ്മമാരുടെ അടുത്തൊക്കെ നിൽക്കണമെങ്കിൽ അമ്മാതിരി ധൈര്യമാണ്. അമ്മ എന്തുണ്ടെങ്കിൽ ഇറങ്ങി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിൽക്കണില്ലേ. അടിപൊളിയായിരുന്നു രണ്ടുപേരും. സൂപ്പർ പെർഫോമൻസ്. നല്ല സബ്ജക്റ്റ്, നല്ല പെർഫോമൻസ്, ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ മോളെ. മക്കളെ ഒന്ന് സന്തോഷത്തോടെ നിന്നേ. ബാറ്ററി ഒക്കെ നിങ്ങൾ ചാർജ് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് എത്രത്തോളമാണ് കയറിയിരിക്കുന്നതെന്നുള്ളതും എമൗണ്ട് ആയിട്ട് അത് എത്രയാണ് വരാൻ പോകുന്നതെന്നുള്ളത് നോക്കിയാലോ? ഓക്കെ, അവിടെ നോക്കാം. എത്രയാ വിചാരിച്ചിരുന്നേ? കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെയൊന്നുമില്ല, കിട്ടുന്നത് സന്തോഷം. ഈ പൈസ നിങ്ങൾക്ക് നേടണ്ടേ? നേടണമെങ്കിൽ നമ്മൾ ദേ ബാങ്ക് ഓഫ് ബോംബെയോടാണ് ചോദിക്കാൻ പോകുന്നത്. ശ്വേത ചേച്ചി, 16,000 rupees is credited. Congratulations. Thank you.